കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച മുനമ്പത്തെ കുടുംബങ്ങൾ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയുടെ സന്ദർശനവും മന്ത്രി നൽകിയ ഉറപ്പും ആശങ്കയിലായിരുന്ന തീരദേശവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടിട്ടും വഖഫ് കുരുക്കിൽ ഒറ്റമുറി വീട്ടിൽ അസുഖബാധിതയായി അമ്മയ്ക്കൊപ്പം കഴിയുന്ന നൈജുവും മറ്റു കുടുംബങ്ങളുമെല്ലാം വഖഫ് ഭേദഗതി ബിൽ തങ്ങളുടെ ഭൂമിയും സ്വത്തുവകകളും സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വഖഫ് ഭീകരത നേരിൽ കണ്ട് മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഏതാനും കുടുംബങ്ങളിലുമെത്തി സമാനമായ ഭീഷണി നേരിടുന്ന മുഴുവൻ പേരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടിട്ടും വഖഫ് അധിനിവേശ നീക്കത്തെ തുടർന്ന് കൈവശാവകാശ രേഖ കിട്ടാതെ അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാനാകാത്ത നൈജുവിനും കുടുംബത്തിനും മന്ത്രി നൽകിയ ഉറപ്പുകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മളിവിടെ 2022 മുതൽ നമ്മുടെ ഭൂമിക്ക് കരമടക്കാൻ പറ്റുന്നില്ല. ബാക്കി കാര്യങ്ങളൊന്നും റവന്യൂ പരമായിട്ടൊരു കാര്യങ്ങൾ നടക്കണില്ല. എൻ്റെ ഇത് ലൈഫിൽ പേര് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതുപോലുള്ള ഒരുപാട് ലോൺ എടുക്കാൻ പറ്റാനുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ എഗ്രിമെന്റ് വെക്കണമല്ലോ അമ്മ, അതിന് എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി നമുക്ക് കൈവശാവകാശം കിട്ടുന്നില്ല. വഖഫ് ബോർഡ് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. നൈജുവിനോടും രോഗിയായ അമ്മയോടും പ്രശ്നങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞിരുന്നു. കരൾ രോഗബാധിതയായി അവശയായി സ്വന്തം ഭൂമി ഈടുവെച്ച് ചികിത്സയ്ക്ക് പണമെടുക്കാൻ കഴിയാത്ത ബിന്ദു സത്യൻ, മേരി എന്നിവരുടെ വീടുകളിലും മന്ത്രി എത്തിയിരുന്നു. ഭൂമാഫിയായി മാറിയ വഖഫ് ബോർഡിന് ഒരാളുടെ ഭൂമിയും നൽകേണ്ടി വരില്ലെന്നും അതിനുള്ള നടപടികളെല്ലാം എടുത്തു കഴിഞ്ഞുവെന്നുമുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയുടെ ഉറപ്പ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. വഖഫ് ഭീകരത സംയുക്ത പാർലമെന്റ് സമിതിയിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ തങ്ങൾ അഭിമുഖീകരിക്കുന്ന വഖഫ് ഭീഷണിക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ ജനങ്ങളെ നയിക്കുന്നത്. ജനം, കൊച്ചി.